അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഗ്രേസി ജോർജ്. ഞാൻ പാലക്കാട് സെൻറ്റ് റാഫേൽസ് കത്തീഡ്രൽ ഇടവകംഗാണ്. ഞാൻ 2015 റിട്ടയർ ചെയ്തത്. അതിനുശേഷം ഞാൻ മുഴുവൻ സമയം ഈ ആലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാമായിരുന്നൊരു വലിയ ദുരന്തം തമ്പുരാൻ എടുത്തു മാറ്റിയത് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാവിലെ പുലർച്ചെ 2:30 എൻ്റെ മോള് ബാംഗ്ലൂരിൽ നിന്നും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതാണ്. അപ്പോൾ അന്ന് ആ വെള്ളിയാഴ്ച എൻ്റെ നൈബർ മരിച്ചിട്ട് ഞാൻ ഫുൾ സമയം അവരുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ഒരു 6:30 തിരിച്ച് വെള്ളിയാഴ്ച എൻ്റെ വീട്ടിലെത്തുമ്പം ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങി. സാധാരണ എൻ്റെ മക്കൾ വരുന്ന ദിവസമാകുമ്പോൾ ഞാൻ അലാം വെച്ച് അവരെഴുന്നേൽക്കുന്ന അവർ ആ ട്രെയിൻ എത്തുന്ന സമയത്തിനേക്ക് മുമ്പ് അവരെ വിളിച്ചുണർത്തി റെഡിയാക്കിക്കും. പക്ഷെ അന്ന് ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയത് കൊണ്ട് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പറ്റിയില്ല. എൻ്റെ വണ്ടി ഓടിക്കാൻ വന്ന ഡ്രൈവർ ഗേറ്റ് ചാടിക്കിടന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പല്ല് തേക്കാനൊന്നും നിന്നില്ല, മുഖം വെറുതെ ഒന്ന് കഴുകി ഞാൻ പോയി. അപ്പം 3:10 അപ്പോൾ ഞാൻ കരുതി ഇവിടെ ട്രെയിൻ വരേണ്ട നേരമായിട്ടുണ്ടല്ലോ, ഈ കുട്ടി എന്നെ വിളിക്കേണ്ട സമയമായിട്ട് എന്നെ വിളിക്കാത്തത് എന്താണെന്ന് കരുതി ഞാൻ വേഗം അങ്ങോട്ട് വിളിച്ചപ്പോൾ ട്രെയിനിൽ നിന്ന് വേറൊരു സ്ത്രീ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഇറങ്ങിപ്പോയി, പക്ഷേ ഫോൺ മറന്നു വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ആകുലത കയറി. എന്തായാലും ഫോൺ പോയാലും കുഴപ്പമില്ല, അവൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ, സാധാരണ അവൾ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വന്ന് നിൽക്കും, കാരണം കാറും കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് കാറിൽ കയറി തിരിച്ചു വരാനായിട്ട്. അന്ന് നോക്കിയപ്പോൾ അവളെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ കരുതി നേരം വൈകിയ കാരണം വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാവുന്ന കരുതി ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും എൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നു. ഇതാണ്, റെയിൽവേ പോലീസാണ് വിളിക്കുന്നത്, മോൾക്കൊരു അപകടം പറ്റി, കൊച്ചു ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് അപകടമാണ് എന്നെ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, മാഡം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ വിളിച്ച പോലീസാണ്. അയാൾ വേഗം എന്നെ ഒരു കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കാറിൽ നോക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു വന്നു, എഴുന്നേറ്റ് നിന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇവളുടെ നെറ്റിമേ കൂടെ ഇങ്ങനെ ചോര വല്ലാതെ ഒഴുകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഈ കുട്ടി പ്ലാറ്റ്ഫോമിൽ വീണു. അങ്ങനെയാണിത്, പ്ലാറ്റ്ഫോമിൽ വീണു. ഇവള് ധൈര്യത്തിൽ വീണ്ടും ബാഗും ലാപ്ടോപ്പ് ബാഗും എടുത്ത് പോരുകയാണ്. പക്ഷേ മുഖത്ത് നിറയെ ചോര. ഇവിടെ വെപ്രാളത്തിൽ കണ്ടില്ല, തലയടിച്ച കാരണം വേദന അവൾക്ക് അറിയില്ല. അപ്പം അവിടെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മറ്റു മനുഷ്യർക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് അവരെ പിടിച്ചപ്പോഴാണ് ഇവൾ ഈ തലയ്ക്ക് പറ്റിയുള്ള മുറിവ് അറിയുന്നത്. അപ്പോഴേക്കും പോലീസുകാരൊക്കെ ഓടി വന്നു. എന്നിട്ട് ഇവർ അവളെ കൊണ്ടുപോകാനായിട്ട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാറിൽ കയറ്റിയ സമയത്താണ് കൃത്യം ഞാൻ അവിടെ വന്നത്. അവളെ കണ്ടോടുകൂടി എൻ്റെ മനസ്സ് വളരെ ബ്ലാങ്കായി, കാരണം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയണില്ല. അപ്പം ഞാൻ പോലീസിനോട് പറഞ്ഞു, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു. എൻ്റെ കാറിൽ ഞാൻ അവളെ കയറ്റി പാലന ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ തനിച്ചേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ വീട്ടിലില്ല. അന്ന് ദൈവം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു. കാരണം അന്ന് ഫ്രൈഡേ ഒരു 5:30 ആയപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ചെറിയ മോള് എറണാകുളത്തെ പഠിക്കുന്നത്, അവൾ പറഞ്ഞു, അമ്മേ ഞാനിന്ന് വീട്ടിലേക്ക് ഇപ്പോൾ വരിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ 5:30 ആയിട്ട് എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ 10:30 ആവും, വല്ല ഓട്ടോറിക്ഷയിലൊക്കെ കയറി വരുമ്പോൾ എനിക്ക് പേടിയാവും, നീ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞു, അമ്മ ഞാൻ ബസ്സിൽ കയറി, ഞാൻ വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ വിളിച്ചില്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 മിനിറ്റല്ലേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ എനിക്ക് ഇവളെ പോയി കൊണ്ടുവരാമല്ലോ എന്നുള്ളതിൽ ഞാൻ തന്നെയാണ് പോയത്. പിന്നെ ഈ പാലനയിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, കാരണം ഇവളുടെ തലയിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവളാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പരിചയത്തിലുള്ളൊരു ഡോക്ടർ കപ്പിളുണ്ട്, ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പാലന ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക് വേഗം വരാമോ എന്ന് വെച്ചു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി, കാരണം അവളിന്ന് വരുന്ന അവർക്കറിയാം. അപ്പോൾ ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ പാലനയിലെത്തി. അവർ വേഗം CT സ്കാൻ എക്സ്റേസ് ഒക്കെ എടുത്തു. അതിലൊന്നും തലച്ചോറിനോ അവളെ തലയ്ക്കോ അവളുടെ എല്ലുകൾക്കോ ഒന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല. അത് അവർക്ക് അവിശ്വസനീയമായിട്ട് തോന്നി. കാരണം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവള് ട്രെയിൻ 2:30 സ്റ്റേഷനിൽ എത്തേണ്ടത്. അപ്പോൾ അവൾ 2 മണിയായപ്പോൾ എഴുന്നേറ്റ് ബാഗൊക്കെ റെഡിയാക്കി ഫോണൊക്കെ അടുത്ത് വെച്ചിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ട്രെയിൻ 30 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ അവൾ ആ ബാഗുമ്മ തലവെച്ച് അങ്ങ് ഉറങ്ങി. പിന്നെ കണ്ണ് തുറന്നപ്പോഴേക്കും ട്രെയിൻ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്തു. അപ്പോൾ വേഗം ഇറങ്ങാലെന്നുള്ളതിൽ ആ സ്റ്റേഷൻ ഈ പടി ഇറങ്ങുമ്പോഴേക്കും കാലും വഴുതി ഇവളങ്ങ് തലയിടിച്ച് വീണു.
എന്നാലും ദൈവം എത്ര മനോഹരമായിട്ട് കാത്തു എന്നുള്ളതാണ്. കാരണം എന്തൊക്കെ അപകടങ്ങൾ നമ്മൾ കേൾക്കാവുന്നതാണ്. അപ്പോൾ പാലനയിലെത്തിയപ്പോൾ അവർ എന്നെ ആശ്വസിപ്പിച്ചു. ഇവളും കരയാണ്. അപ്പോൾ ഒരു മോളെ നീ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമില്ല. നിൻ്റെ ഒരു എല്ല് പൊട്ടിയിട്ടില്ല, നിൻ്റെ തലച്ചോറിന് ഒന്നും പറ്റിയിട്ടില്ല, പിന്നെ നീ എന്തിനാ കരയണേന്ന് പറയുമ്പോഴും ഇവൾ കരയുക. പക്ഷേ എനിക്ക് കരച്ചിലൊന്നും പറ്റില്ല. ഞാൻ വല്ലാത്തൊരു ഒരു അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഈ തലയിടിച്ച് വീണതല്ലേ, ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും വരിക, അതുകൊണ്ട് നിങ്ങൾ വേഗം ന്യൂറോ സർജനുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും ഈ ഡോക്ടറും ഭാര്യയും എത്തിയിരുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു കുറച്ചൊരു ധൈര്യം വന്ന പോലെ തന്നെ. അപ്പോൾ ഡോക്ടർ തന്നെ പോയി എൻ്റെ വീട്ടിലുള്ള എൻ്റെ മോളെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവളുണ്ട് എൻ്റെ കൂടെ. ഇപ്പോൾ എനിക്കൊരു എന്തൊരു ധൈര്യം. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ വിശുദ്ധന്മാരുടെ ലുത്തിനിയ കംപ്ലീറ്റ് ചൊല്ലും. അതുപോലെ തന്നെ തൃത്വത്തിൻ്റെ ജപമാല, ഭൂലോകരാജ്ഞിയുടെ ജപമാല, അതുപോലെ കുടുംബങ്ങളുടെ നാഥയുടെ ജപമാല, ഇതൊക്കെ ചൊല്ലിയേ ഞാൻ ഒരു ദിവസം ആരംഭിക്കാം. അപ്പോൾ അന്ന് ഈ 3 മണിക്ക് എഴുന്നിട്ട് ആ വെപ്രാളത്തിൽ എനിക്കൊന്നും ചെല്ലാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. എനിക്ക് വിശുദ്ധന്മാരുടെ ലുത്തിനി എൻ്റെ വായയിൽ ഇങ്ങനെ വരികയാണ്, വേറൊരു പ്രാർത്ഥന വരുന്നില്ല. ഈ വിശുദ്ധന്മാരുടെ ലുത്തിനി ഇങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ജൂബിലിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജൂബിലിയിൽ എൻ്റെ പരിചയമുള്ള എൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ജൂബിലിയിലേക്ക് വരികയാണ്, അവിടുത്തെ ന്യൂറോ സർജൻ ചേച്ചിയുടെ ഫ്രണ്ടാണ്, ചേച്ചി വേഗം ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി വേഗം ന്യൂറോ സർജനെ വിളിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞ ആംബുലൻസ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആംബുലൻസ് വേണം, കാരണം ഇവിടെ തലച്ചോറിനൊന്നും പറ്റിയിട്ടില്ല, കയ്യിനും കാലിനും പറ്റിയിട്ടില്ല. പിന്നെ അവർ ഡ്രസ്സ് ചെയ്ത് കൊടുത്ത് കാരണം മുറിവുന്ന ബ്ലഡും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ ചെറിയ മോളും കൂടി ജൂബിലിയിലേക്ക് അവളെ കൊണ്ടുപോയി. ഇവർ വിളിച്ച് പറഞ്ഞ കാരണം ഹോസ്പിറ്റലിൽ റെഡിയായിരുന്നു ജൂബിലിക്കാർ, എമർജൻസി മെഡിസിൻ്റെ ഡോക്ടറും എല്ലാവരും റെഡിയായിരുന്നു. അവിടെ വീണ്ടും CT സ്കാനിങ്ങും എക്സ്റേസും ഒക്കെ എടുത്തു. അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രോബ്ലം ഉള്ളത് ഈ നെറ്റിയിലെ മുറിവ് കുറേ ഡീപ്പായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെറുതെ സ്റ്റിച്ച് ചെയ്താൽ അത് മാറില്ല, പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴേക്കും പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു. ഒരു ദിവസം അവിടെ കിടന്നു പോന്നു. ഈ കഴിഞ്ഞ ദിവസം അവൾ തിരിച്ചു പോയി ബാംഗ്ലൂർ ജോയിൻ ചെയ്തു. എന്തൊക്കെ സംഭവങ്ങൾ പിന്നീട് ഞാൻ ഇരിക്കുമ്പോഴൊക്കെ ആലോചിക്കും, ദൈവമേ അവൾ S1 ബോഗിയിലായിരുന്നു, അവൾ വീണത് അവിടെ ആയിരുന്നെങ്കിൽ ബാക്കിയുള്ള എല്ലാ കമ്പാർട്ട്മെൻറ്റും അവളുടെ മോളിൽ കൂടെ കയറി ഇറങ്ങിയതിന് എൻ്റെ ദൈവം എന്നോട് കാണിച്ച വലിയ കരുണയ്ക്ക് കോടാനുകോടി നന്ദി.